ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഇന്ന് പത്രത്തിലുമൊക്കെ കണ്ട ഒരു വാർത്തയാണ്. സി സദാനന്ദൻ എന്ന RSS നേതാവിനെ വിശിഷ്ട അതിഥിയായി രാജ്യസഭയിലേക്ക് നേരിട്ട് നാമനിർദ്ദേശം ചെയ്തു. ഒരേ ഒരു ചോദ്യം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ മാനദണ്ഡത്തിലാണ് ആ വ്യക്തിയെ രാജ്യസഭയിലേക്ക് വിശിഷ്ട അതിഥിയായിക്കൊണ്ട് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്? ഭരണഘടനാപരമായിക്കൊണ്ട് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കല, സാഹിത്യം, ശാസ്ത്രം, അതുപോലെ കായികം, ഇങ്ങനെയുള്ള മേഖലകളിൽ കഴിവ് തെളിയിച്ച് രാജ്യത്തിന് അഭിമാനമായി മാറിയ മഹത് വ്യക്തികളുണ്ട്. അവരെയാണ് നമ്മളിങ്ങനെ നേരിട്ട് നാമനിർദ്ദേശം ചെയ്യാറുള്ളത്. ഇദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് രാജ്യസഭയിലേക്ക് നേരിട്ട് നാമനിർദ്ദേശം ചെയ്യാമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമല്ലേ? ഈ സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി CPIM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് ജനാർദ്ദനന്റെ 2 കാലും വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ഇത്തരമൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉള്ള ഒരു വ്യക്തിയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ രാജ്യസഭയിലേക്ക് വിശിഷ്ട അതിഥിയായിക്കൊണ്ട് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ കാണേണ്ടി വരുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളുടെ ഒരു അവസ്ഥ.